വേണമെങ്കിൽ വേൾഡ്സ് സെക്കൻഡ് സ്മോളസ്റ്റ് ആക്ഷൻ ക്യാമറ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം അത്രയ്ക്ക് ചെറിയ ആക്ഷൻ ക്യാമറ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു കുഞ്ഞൻ ക്യാമറയാണ് ഗോപ്രോ ഹീറോ 4 സെഷൻ മോഡൽ ക്യാമറ. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ക്യാമറയാണ്. ഇതിൻ്റെ ചെറിയൊരു ഷോർട്ട് റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ ഗായ്സ്, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. I think the girls with their nails done now. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഗോപ്രോയുടെ ഹീറോ 4 സെഷൻ എന്ന് പറഞ്ഞ സീരീസ് ക്യാമറ. അപ്പോൾ ഇത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു ആക്ഷൻ ക്യാമറയാണ്. അപ്പോൾ ഇതിന് കുറച്ച് അഡ്വാൻറ്റേജസും അതേപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. അതേപോലെ തന്നെ കുറേ ഫീച്ചേഴ്സും ഉണ്ട്, കുറേ ഫീച്ചേഴ്സ് ഇല്ലായ്മയുണ്ട്. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് ഗോപ്രോ ഹീറോ 4 എന്ന് പറഞ്ഞ മോഡൽ. നിങ്ങൾക്കറിയാം 7 ബ്ലാക്ക് മോഡൽസ് ഉണ്ട്, 8 ബ്ലാക്ക് മോഡൽ ഉണ്ട് ഗോപ്രോ ഹീറോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഗോപ്രോ ഹീറോ 4, ഗോപ്രോ ഹീറോ 5 നോർമൽ മോഡൽസ് ഉണ്ട്, അതായത് ഡിസ്പ്ലേ വരുന്ന മോഡൽ ക്യാമറകൾ. അപ്പോൾ അതിൻ്റെ തന്നെ ഡിസ്പ്ലേ ഇല്ലാതെ വളരെ ലൈറ്റ് ആൻഡ് കോമ്പാക്റ്റ് ആയിട്ട് അവർ മാനുഫാക്ചർ ചെയ്തൊരു മോഡലാണ് നമ്മുടെ ഈ ഗോപ്രോയുടെ ഹീറോ 4 സെഷനും ഹീറോ 5 സെഷനും. ഈ ഹീറോ 4 സെഷൻ പോലെ തന്നെയാണ് ഹീറോ 5 സെഷനും. വലിയ കാര്യമായിട്ടുള്ള സൈസിന് ഡിഫറൻസോ ഒന്നുമില്ല, ജസ്റ്റ് ചെറിയ ഫീച്ചേഴ്സിലുള്ള ഡിഫറൻസ് മാത്രമാണ് ഇതിനകത്ത് വന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിന് ഡിസ്പ്ലേ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കൺട്രോൾ ചെയ്യണമെങ്കിൽ തന്നെ ഇതിനകത്ത് വൈഫൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വെച്ച് മാത്രമേ നിങ്ങൾക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതും ഒരു സവിശേഷമായ കാര്യമാണ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് വരുന്നത് ഇൻബിൾട്ട് ബാറ്ററിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ബാറ്ററി അടിച്ചു പോയി കഴിഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല. അപ്പോൾ അത് ഈ ഒരു ഹീറോ 4 സെഷൻ്റെ ഒരു ഡ്രോബാക്കാണ്. പ്ലസ് ഇതിൻ്റെ വൈഫൈ കണക്ഷൻസിന് സം ടൈംസ് ഒരു വിഷയം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പോസിബിൾ ആയി എന്ന് വരില്ല. ഓക്കെ, പിന്നെയെന്ന് പറയുമ്പോൾ ഇതിൻ്റെ റെക്കോർഡിങ്, ഇത് HD+ റെക്കോർഡിങ് അവൈലബിൾ ആണ് ഈ മോഡലിനകത്ത്. മാത്രമല്ല നമുക്ക് വൈഡ് ആംഗിൾ ഷോട്ട്സ് നമുക്ക് എടുക്കാനും പറ്റും, ഫോട്ടോസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഈ ഒരു ബാക്കിയുള്ള ആക്ഷൻ ക്യാമറാസ് നിങ്ങൾക്കിപ്പോൾ ഒരു ബഡ്ജറ്റിൽ കിട്ടുന്ന സെക്കൻഡ് ഇതിന് ഏകദേശം നമുക്കൊരു 5,000 ഒക്കെയാണ് ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ വരുന്നത്. അപ്പോൾ ഈ ഒരു 5,000 റുപ്പീസിൽ നമുക്ക് ഫ്രഷ് ആക്ഷൻ ക്യാമറാസ് നമുക്ക് കിട്ടും. പക്ഷേ അത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് വളരെയധികം ഒരു കോമ്പാക്റ്റ് ആൻഡ് പ്ലസ് ലൈറ്റ് വെയ്റ്റ് പ്ലസ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്യാമറയായിട്ടാണ് ഞാൻ പറയുള്ളൂ. കാരണം നിങ്ങളൊരു 5 രൂപ കൊടുത്തൊരു പുതിയ ആക്ഷൻ ക്യാമറ എടുക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും ഭേദമായിരിക്കും ഒരു ഗോപ്രോയുടെ ഏത് സീരീസ് എടുത്താലും അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ആൻഡ് ഒരു ബിൽഡ് ക്വാളിറ്റി പ്ലസ് അതിൻ്റെ ഒരു ഫീല് കിട്ടും. കാരണം മെയിനായിട്ട് ഗോപ്രോ എല്ലാവരും യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോപ്രോയ്ക്ക് 180 ഡിഗ്രി വൈഡ് ആംഗിൾ കിട്ടുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് ബാക്കിയുള്ള ആക്ഷൻ ക്യാമറാസിൽ നമുക്ക് വെറും 170 ഡിഗ്രി വൈഡ് ആംഗിൾ മാത്രമാണ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഗോപ്രോ കുറച്ചിങ്ങനെ ഫുൾ ഫ്രെയിം നമുക്ക് കിട്ടുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് അറിയാം, വണ്ടിയൊക്കെ ഓടിക്കുന്ന സമയത്ത് ഗോപ്രോ ഒക്കെ വെച്ചിട്ട് ഓടിക്കുന്നെങ്കിൽ നമുക്ക് വളരെ വലിയൊരു വൈഡ് ആംഗിൾ സ്ക്രീൻ കിട്ടും. പക്ഷേ അതേസമയം നമുക്കൊരു നോർമൽ ആക്ഷൻ ക്യാമറ യൂസ് ചെയ്യുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ചെറിയൊരു സ്ക്രീനാണ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് അതിനകത്ത് മെയിനായിട്ട് വരുന്ന ഡിഫറൻസ്. വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു ചെറിയൊരു ബട്ടൺ ഉണ്ട്. അപ്പോൾ ഈ ബട്ടനാണ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഡിസ്പ്ലേ ഓൺ ആക്കാനുള്ള ബട്ടൺ. അപ്പോൾ നിങ്ങൾ ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഈ മുകളിലൊരു ഡിസ്പ്ലേ വരും. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരു ഡിസ്പ്ലേ വരും. ഈ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തോരും റെക്കോർഡിങ്, അതേപോലെ തന്നെ ഫ്രെയിം പെർ സെക്കൻഡ്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒന്നുകൂടെ ഞെക്കുവാണെങ്കിൽ ഒരു മിനിറ്റ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒന്നുകൂടെ ഞെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഫീച്ചർ വരും. ലൈക്ക് എന്താ പറയുക, നിങ്ങളുടെ എൻ്റർ ഫോട്ടോ മോഡ്, അതേപോലെ തന്നെ വൈഫൈ പെയർ ചെയ്യാനുള്ള ഓപ്ഷൻ പ്ലസ് എക്സ്ട്രാ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതായത് ഇപ്പോൾ വേണ്ടുന്ന എല്ലാ ഫീച്ചേഴ്സും തന്നെ ഈ ഒരു ഇവിടെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ചെറിയ ബട്ടണിലാണ് എല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഇതിനിപ്പോൾ എങ്ങനെയാണ് ക്യാമറ ഓൺ ആക്കുന്നത്? ക്യാമറ ഓൺ ആക്കാൻ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഇത് ഈ ഒരു കാണുന്ന റെഡ് ഇത് കണ്ടോ, ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു LED ബ്ലിങ്ക് വരും. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് നോക്കട്ടോ, സോറി കേട്ടോ, ക്യാമറ ജസ്റ്റ് ഒന്ന് പേര് കേട്ടോ. ഇതാണ് ക്യാമറ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു റെഡ് ബ്ലിങ്ക് കാണാൻ സാധിക്കും.
ഇത് റെക്കോർഡിംഗ് സ്റ്റാർട്ടായി കിടക്കുന്നതിനാണ് ഈ റെഡ് ബ്ലിങ്ക്. ഇതേ സമയം നിങ്ങൾ ഇത് വൈഫൈ പെയർ ചെയ്യാൻ ഇട്ടേക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റെഡ് ഫ്ലാഷ് ഫ്രണ്ടിലും കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്കിവിടെ ബാക്കിലും ഒരു റെഡ് ഫ്ലാഷ് വരുന്നുണ്ട്. ഈ രണ്ട് സ്ഥലത്ത് നമുക്ക് ബ്ലൂ ഫ്ലാഷ് ആയിരിക്കും വരുന്നത് വൈഫൈ പെയർ ചെയ്യാനിടുന്ന സമയത്ത്. ഇത് റീസെറ്റ് ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ് ഈ മോഡൽ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഗോപ്രോ ഹീറോ 9 എന്ന് പറഞ്ഞ സീരീസിൻ്റെ ഒക്കെ തന്നെ ആ ഒരു ക്യാമറ ലെൻസിൻ്റെ അത്രയും വലിപ്പമാണ് ഈ ഒരു ഫുള്ള് ക്യാമറയ്ക്ക് വന്നുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ആക്സസറീസ് ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമുക്ക് കിട്ടാനൊക്കെ. അതായത് ഇതിൻ്റെ കേസിങ് ഞാൻ സെപ്പറേറ്റ് എനിക്ക് കിട്ടിയപ്പോൾ എൻ്റെ കേസ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ കേസ് ഞാൻ ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുത്തിയിരുന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചെടുത്തൊരു കേസാണ്. കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ കേസും ആക്സറീസൊക്കെ നോർമൽ ഗോപ്രോ ആക്സറീസ് ആണ്. കേസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ നിന്ന് ഞാൻ ജസ്റ്റ് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ കേസ് നമുക്ക് ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്. അതായത് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കേസ് ഓപ്പൺ ആവും. ഇത്രേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് നമ്മളിതിങ്ങനെ വലിച്ചെടുക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ക്യാമറ ഓഫ് ആയതാണ് ആ സൗണ്ട് കേട്ടത് നിങ്ങൾ. ഇതിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ക്യാമറ പുൾ ഔട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇച്ചിരി ടാസ്ക് കേസാണ്. ഞാനിത് കുറേ നാളായിട്ട് ഇതിനകത്ത് തന്നെ വെച്ചേക്കാണ്. ഞാൻ ഇതേവരെ ഊരിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അവസ്ഥ കാണാൻ പറ്റും. പൊട്ടോ ചെളി പൊടി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്രേ ഉള്ളൂ. ഈ ഒരു ചെറിയ നമ്മുടെ കണ്ണിൻ്റെ അത്ര പോലുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രേ ഉള്ളൂ. ഒരു ചെറിയൊരു ബോക്സാണിത്. ക്യാമറ ബോക്സ് എന്ന് വേണമെങ്കിൽ പറയാം. വളരെ കോമ്പാക്റ്റ് ആയിട്ട് ലൈറ്റ് വെയിറ്റ്. അതായത് മെയിനായിട്ട് നമ്മൾ ഹെൽമെറ്റിലൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. അതായത് മറ്റേ ക്യാമറയ്ക്ക് നിങ്ങൾ കൈ കൊണ്ട് എടുക്കുമ്പോൾ തന്നെ നല്ല വെയിറ്റ് വരും ആ ക്യാമറയ്ക്ക്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഹെൽമെറ്റിൽ വെക്കുമ്പോൾ തന്നെ വളരെയധികം വെയിറ്റ് കുറഞ്ഞു. ഇപ്പോൾ സൈഡിലേക്ക് വെക്കാമെന്ന് വെച്ചാൽ ഒരു ഗോപ്രോ ഹീറോ 7 ബ്ലാക്ക് അല്ലെങ്കിൽ ഹീറോ 8 ബ്ലാക്ക് ഒക്കെ നമ്മൾ ഹെൽമെറ്റിൻ്റെ സൈഡിൽ വെച്ച് നമ്മുടെ വെയിറ്റ് ഇങ്ങോട്ട് പോകും. പക്ഷേ ഇതേ സമയത്ത് ഈ മോഡൽ വെക്കുവാണെങ്കിൽ നമുക്ക് വെയിറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഓക്കെ ആയിരിക്കും. അതായത് വലിയ കാര്യമായിട്ടുള്ള വെയിറ്റ് നമുക്ക് ഈ സൈഡിലേക്ക് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മെയിനായിട്ട് ഇത് മോട്ടോക്രോസ് റൈഡ് ചെയ്യുന്നവർ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ കേരളത്തിലൊക്കെ മോട്ടോക്രോസ് റൈഡിങ് അത്യാവശ്യം പോപ്പുലറായിട്ട് വരുന്നുണ്ട്. അവരെ പോലെയുള്ളവർ മോട്ടോക്രോസ് ഹെൽമെറ്റിലൊക്കെ ഇവിടെ വെക്കാനും ഈ സൈഡിൽ വെക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ലൈറ്റ് വെയിറ്റ് ആണ്. അവർക്ക് മെയിനായിട്ട് ഹെഡും കാര്യങ്ങളൊക്കെ ശരിക്കും ശരിക്കും ബോഡി ഒന്ന് എൻഗേജ് ചെയ്ത് ഓടിക്കുന്നവർക്ക് ഈ ഒരു മോഡലായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മോഡൽ. ഇത് കേരളത്തിൽ തന്നെ വളരെ ചുരുക്കം ആൾക്കാരാണ് ഈ മോഡൽ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ മോഡലിന് റീസെയിൽ വാല്യൂ കുറവും അങ്ങനത്തെ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ. ഒരു ഡിസ്പ്ലേ ഇല്ല എന്നുള്ളൊരു ഇത് കണ്ടാണ് പലരും ഇത് അറിയാണ്ട് പോകുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ ഇതൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല കേട്ടോ. ഇതിൻ്റെ പുതിയ പീസൊന്നും നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടില്ലെന്നും ഗോപ്രോയുടെ ഒഫീഷ്യൽ സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഈ മോഡൽ ഇപ്പോൾ ബൈ ചെയ്യാൻ പറ്റില്ല. സെക്കൻഡൊക്കെ വന്ന് കിട്ടുവാണെങ്കിൽ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് കൊടുത്തു. അത്യാവശ്യം നല്ല ക്യാമറയാണ്. ഇതിന് ജസ്റ്റ് അത്യാവശ്യം ഒരു വീഡിയോ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. ഞാനിപ്പോൾ ഏകദേശം കുറേ റൈഡ് പോയി ഇത് വെച്ചിട്ട്. ആ ഒരു റൈഡിൽ ഞാൻ എടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. It's like I can't walk on the ceiling. Oh yeah, got me dreaming in colors I never dreamed. Oh yeah, I let you in deeper than I let anyone else before. Fell in love with my broken pieces, took them all and made them yours. Didn't know what my heartbeat needed, skipping out, no I can't keep score. When I lose my breath, boy, you got me breathing. Oh, every little thing you do, every time you hold me, take me higher, higher. Every little thing you do, every time you hold me, take me higher, higher. Oh. Magic. No, I'm never letting go. Now that I have it with you. അപ്പോൾ ഇത്രയും വളരെ കോമ്പാക്റ്റ് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ക്യാമറയാണ് നമ്മുടെ ഹീറോ 4 സെഷൻ. ഹീറോ 5 സെഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ. ഹീറോ 5 സെഷനും അധികം കിട്ടാനൊന്നുമില്ല. ഹീറോ 4 സെഷനാണ്. ഹീറോ 5 സെഷൻ അല്ല ഒതുങ്ങിയ റേറ്റ് വരുവാണെങ്കിൽ ഉറപ്പായിട്ട് കൊടുത്താൽ ഒന്നും നോക്കണ്ട. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഹെൽമെറ്റിൽ ഒന്നാണ് നമ്മുടെ MKയുടെ സ്റ്റിങ്ങർ എഡിഷൻ മോഡൽ ഹെൽമെറ്റ്.
അപ്പോൾ ഇതിനകത്ത് ഞാൻ എങ്ങനെയാണ് എൻ്റെ ഗോപ്രോ ഹീറോ സെഷൻ എങ്ങനെയാണ് മൗണ്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമുക്ക് ആഫ്റ്റർ മാർക്കറ്റായിട്ട് ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ ഷോപ്സിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ചിൻ സ്ട്രാപ്പാണ്. അതായത് കോമൺലി എല്ലാവരും യൂസ് ചെയ്യുന്നത് ഈ ഒരു മൗണ്ടാണ്. ഇത് കെർവ് മൗണ്ട് എന്ന് പറയും. നിങ്ങൾക്ക് കാണാൻ ഇത് ജസ്റ്റ് വളരെ അടിയിൽ ഇതിൻ്റെ കെർവ് ഷേപ്പിലാണ് ഇതിരിക്കുന്നത്. ഇതിൻ്റെ ഫ്ലാറ്റ് മൗണ്ടും വരുന്നുണ്ട്. കോമൺലി കെർവ് മൗണ്ട്സ് ആണ് നമ്മൾ ഹെൽമെറ്റിൽ പ്ലേസ് ചെയ്യാറ്. അപ്പോൾ ഇത് മെയിൻലി ഇങ്ങനെയും, അതായത് ഇങ്ങനെയുള്ള സർഫസിലും അതേപോലെ തന്നെ മുകളിൽ ഇങ്ങനെയുള്ള സർഫസിലൊക്കെ നമ്മൾ വെക്കാനാണ് കെർവ് മൗണ്ട്സ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് എല്ലാവരും കോമൺലി പണ്ട് വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ഫീച്ചറാണ് നമ്മുടെ ചിൻ സ്ട്രാപ്പ് മാർക്കറ്റിൽ അവൈലബിൾ ആയതോടുകൂടി എല്ലാ റൈഡേഴ്സും തന്നെ ഈ ഒരു മോഡലാണ് യൂസ് ചെയ്യുന്നത്. ഞാനും ഇതാണ് യൂസ് ചെയ്യുന്നത്. എന്ത് പറഞ്ഞാൽ ഇത് നമുക്ക് റിമൂവ് ചെയ്ത് വെക്കാൻ പറ്റും ആവശ്യമില്ലാത്ത സമയത്ത്. അതേപോലെ തന്നെ ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഏത് ഹെൽമെറ്റിൽ വേണമെങ്കിലും അറ്റാച്ച് ചെയ്യാൻ പറ്റും. അത് മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അപ്പോൾ ഇതെങ്ങനെ വെക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഹീറോ4 സെഷൻ. ഹീറോ4 സെഷനിൽ നമ്മൾ ഈ ഒരു ചെറിയ ഇതുണ്ടോ, ഈ ഒരു ദൂരം നമ്മൾ ഈ ഒരു ഇത് ഊരിയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഇറക്കി വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിലായിരിക്കും നമ്മുടെ ഒരു ഇതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് ഇതിൽ വേണമെങ്കിലും നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, ഇതൊക്കെ എന്താ പറയുക, ഗോപ്രോ ഉള്ള ഹെൽമെറ്റ്സ് കിട്ടുമോ, അല്ലെങ്കിൽ നമ്മുടെ ക്യാമറ ഉള്ള ഹെൽമെറ്റ്സ് കിട്ടും. ക്യാമറ ഉള്ള ഹെൽമെറ്റ്സ് ഒന്നും കിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതൊക്കെ ആഫ്റ്റർ മാർക്കറ്റായിട്ട് വാങ്ങിക്കുന്ന ആക്സറീസ് ആണ്. ഹെൽമെറ്റിൻ്റെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ആക്സറീസ് എന്ന് വേണമെങ്കിൽ പറയാം. റൈഡിങ് കേസിലേക്ക് ഒരു ഭാഗമാണിത്. അപ്പോൾ അതായത് ഇത് ഈ ഒരു മൗണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വേണം. ഇതിൻ്റെ അടിയിലൊരു ഗ്ലൂ വരും. MC-ലിട്ട് ചെയ്യുന്നവരുമുണ്ട്, കുഴപ്പമില്ല. ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ അടിയിലൊരു 3M ഗ്ലൂ ആണ് തന്നെ. ഗോപ്രോ നമ്മുടെ ഫുൾ കിറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ 3M ഗ്ലൂ ഒക്കെ ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. ഗ്ലൂ ഇട്ട് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് മെയിനായിട്ട് ഗോപ്രോസ് മൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് സൈഡിലോ എവിടെ വേണമെങ്കിലും നമുക്കൊരു മൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാട്ടോ ഇത്. ഏത് ഹെൽമെറ്റിലും എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും മൗണ്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ഗോപ്രോസ്. ഒക്കെ ഇതൊക്കെ വേണ്ടി കുറേ ആക്സറീസ് വരുന്നുണ്ട്, ഗിംബൽസ് വരുന്നുണ്ട്, എക്സ്ട്രാ ആക്സറീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഗോപ്രോ കുഞ്ഞൻ ക്യാമറയെ പറ്റി പറയാനുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ ക്യാമറ എന്ന് പറയുന്നത് 360R അങ്ങനെ ഏതൊരു മോഡലാണ് ഏറ്റവും ചെറിയ ക്യാമറ. അതും കണ്ട് ഈ ഒരു വലിപ്പം അങ്ങാണ്ടാണ് വരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വേണമെങ്കിൽ വേൾഡ്സ് സെക്കൻഡ് സ്മോളസ്റ്റ് ആക്ഷൻ ക്യാമറ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം അത്രയ്ക്ക് ചെറിയ ആക്ഷൻ ക്യാമറയാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒതുങ്ങി കിട്ടുവാണെങ്കിൽ ഒന്നും നോക്കണ്ട, പോയി എടുത്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഒരു മോഡൽ ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, മെയിൻ്റനൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കാനില്ല, ത്രോ ഇറ്റ് അവേ അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒതുങ്ങി വന്നു കഴിഞ്ഞാൽ ഒതുങ്ങിയ റേറ്റ് വന്നാൽ എടുത്തോ, ഇല്ലെങ്കിൽ ത്രോ ഇറ്റ് അവേ. ഒരു ബാറ്ററി ഒക്കെ പോയതാണെങ്കിൽ ഒരു ഉപയോഗം ഉണ്ടാവില്ല. ഇതിപ്പോൾ എനിക്ക് ഏകദേശം 1 hour അടുത്ത് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നത്. അതായത് ഇത് ഏകദേശം ഒരു 4 വർഷം പഴക്കമുള്ള ക്യാമറയാണ് എൻ്റെ കയ്യിൽ ഈ ഇരിക്കുന്നത്. ഇതിനിപ്പോൾ ഏകദേശം ഒരു 90 അല്ലെങ്കിൽ 80% ബാറ്ററി ബാക്കപ്പ് ആയിരിക്കും കിട്ടുന്നത്. കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ നോക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളൂ. ഗോപ്രോ ഹീറോ4 സെഷൻ്റെ ഒരു ചെറിയ റിവ്യൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. കുറേ പേർ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഇട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഹീറോ4 സെഷൻ്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. ആസ് ഓൾവേസ് നമ്മൾ പറയുന്ന സെയിം ഡയലോഗ് തന്നെ, സബ്സ്ക്രൈബ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഫർദറായിട്ട് നമ്മൾ ഏതെങ്കിലും ക്യാമറയുടെ ഒക്കെ റിവ്യൂ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ചെയ്യാൻ കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. Let's see you on another video.